ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഷഹബാസിൻ്റെ ഓർമ്മകൾ കമൻറ്റ് ബോക്സിൽ ഇപ്പോഴും പല ആൾക്കാരും ഷഹബാസിൻ്റെ അപ്ഡേറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമത്തോടുകൂടി വൈകാരികമായിട്ടൊക്കെ ഒത്തിരി പേര്, അതിൽ കൂടുതൽ അമ്മമാരാണ്, അതുപോലെ ഒരുപാട് സ്കൂൾ സ്റ്റുഡൻസൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കിട്ടാത്ത അപ്ഡേറ്റ്സിനെ കുറിച്ചൊന്നും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. പക്ഷേ റീസെൻ്റ്ലി ഇപ്പോൾ ഷഹബാസിൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായിരുന്നാലും ആ ഒരു കാര്യം ഒന്ന് കേട്ടു നോക്കാം. കുറച്ച് വിഷമിപ്പിക്കുന്നൊരു കാര്യമാണ് ഷഹബാസിനെ കുറിച്ചുള്ള പുള്ളിക്കാരൻ സംസാരിക്കുന്ന കുറേ കാര്യങ്ങൾ, ശരിക്കും വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ. കേട്ടു നോക്കാം. നിങ്ങളും ഷഹബാസിൻ്റെ വീട്ടുകാരും തമ്മിലുള്ളൊരു ബന്ധം ഒന്ന് പറയാൻ പറ്റുമോ? ഞാനിപ്പോൾ ഷഹബാസിൻ്റെ ഉമ്മ പറയുമ്പോൾ ഇഞ്ചമ്മ പോലെയാണ്. ഓക്കെ. ഞാൻ അവിടെ കൂടലും ഫുഡ് കഴിക്കാനും ഒക്കെ വെച്ചാൽ അന്ന് പോയ ദിവസം പോയപ്പോൾ ഉമ്മയും വാപ്പയും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് എന്തോ ഞാൻ ഫുള്ള് പൊട്ടിപ്പോയി. ഈ ആത്മമിത്രങ്ങൾ, ആത്മസൗഹൃദം എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ഈ കാലഘട്ടത്തിലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചില ചുക്ക കിഡ്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുമ്പോഴും ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാവരും മോശക്കാരൊന്നുമല്ല. ഈ കുട്ടിയെ ആക്രമിച്ചതും ഈ കാലഘട്ടത്തിലുള്ളവർ തന്നെയാണ്. അതേ സമയത്ത് ആ കുട്ടിയോടൊപ്പം ഷഹബാസിൻ്റെ ഓർമ്മകളിൽ എപ്പോഴും വേദനിച്ചുകൊണ്ട് നിൽക്കുന്നതും അവരുടെ കൂട്ടുകാരായിട്ടുള്ള ഇതേ കാലഘട്ടത്തിലെ കുട്ടികളാണ്. ഈ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് മറ്റൊരു വിഷയത്തിൽ അവസരത്തിൽ സംസാരിക്കാം. പക്ഷേ സ്വന്തം കൂട്ടുകാരൻ നഷ്ടപ്പെട്ട ആ വിയോഗത്തിൽ അവൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയാണ്, ആ കുടുംബം എൻ്റെ സ്വന്തം കുടുംബം പോലെയാണ് എന്നൊക്കെ പറഞ്ഞ ആ ഒരു വിതുമ്പുന്ന ആ ഒരു കുട്ടിയുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് മനസ്സിലാക്കാം. അവർ തമ്മിൽ എത്രമാത്രം ആഴത്തിലുള്ള ബന്ധമായിരുന്നു. ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്. അപ്പോൾ ഞാനത് ഷഹബാസിനെ കുറിച്ച് ഷഹബാസിൻ്റെ സുഹൃത്ത്, ഉറ്റ കൂട്ടുകാരൻ വേദനിച്ചുകൊണ്ട് പാടുന്ന പാട്ടാണ്. സത്യം പറഞ്ഞാൽ അത് രണ്ടുപേരും കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും. ബാക്കി നമുക്ക് എന്താണ് പുള്ളിക്കാരൻ പറയുന്നത് കേൾക്കാം. ഓക്കെ. അൻഷപ്പേ എന്താ സുഖമാണോ? ഓക്കെ. അപ്പം അൻഷപ്പിനെ കുറേ ആൾക്കാർ തിരയുന്നുണ്ട്, അറിയാം. നാട് വന്നിട്ടും അതുപോലെ നമ്മുടെ മറ്റുള്ള നാട്ടിൽ നിന്ന് ഒരുപാട് പേര് അൻഷപ്പിൻ്റെ വിശേഷം അറിയാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉള്ളത് അൻഷപ്പം ഷഹബാസിന് വേണ്ടിയിട്ട് പാട്ട് പാടി അവൻ്റെ കുടുംബാംഗങ്ങൾ വരെ ആ പാട്ട് കേട്ട് ഒരുപാട് തകർന്നു പോയി. അത്രയും നല്ല പാട്ടായിരുന്നു, നല്ല വരികൾ അത്രയും ആഴത്തിൽ ഇറങ്ങിച്ചെന്നു എല്ലാവരുടെ മനസ്സിലേക്കും. അപ്പോൾ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ പാട്ട് ഇപ്പോൾ പാടാനുള്ള കാരണം? എന്ന് വെച്ചാൽ ഞങ്ങൾ ഇപ്പോൾ എവിടെ പോകുകയാണെങ്കിലും ബൈക്കിലേക്ക് പോകുമ്പോൾ എപ്പോഴും ചോദിക്കും, ഓക്കെ പാട്ടുപാടാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പാട്ടുപാടി കേൾക്കുള്ള രീതിയിൽ അങ്ങനെ. ഓക്കെ. ഈ ഒരു ബൈക്കിൽ ഒരുമിച്ച് പോകുന്ന യാത്രകളിലൊക്കെ ഷഹബാസ് പറയും പാട്ടുപാടെന്ന് കൂട്ടുകാരനോട് പറയും. അപ്പോൾ നമുക്കും നമ്മുടെ സൗഹൃദങ്ങൾക്കിടയിൽ നമ്മൾ പറയില്ലേ കൂട്ടുകാരോട് പാട്ടുപാട് എന്നൊക്കെ ഉള്ള സംഭവം. എൻ്റെ ലൈഫിനകത്ത് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പം നമ്മളെ കൂട്ടുകാർ നമ്മളോട് ഒരു പാട്ട് പാടാ എന്ന് പറയുമ്പോൾ പാടാനുള്ളൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. അവർക്കിടയിൽ പാടുമ്പോൾ നമ്മൾ ഭയങ്കര കംഫർട്ടായിരിക്കും. ഈ ഒരു അനിയൻ പറയുന്ന സമയത്ത് എനിക്കത് അത്രയും ഫീൽ ചെയ്യുന്നു. അവൻ്റെ ആഴത്തിൽ അത്രയും വൈകാരികമായിട്ടുള്ള അടുപ്പമുള്ള സുഹൃത്തിനെ നഷ്ടപ്പെട്ടതിൻ്റെ ഒരു വേദന അവൻ പാട്ടാക്കി തന്നെ പാടി. അവൻ ഇന്നില്ലെങ്കിലും ഞാൻ പാടിയ പാട്ട് അവനിലേക്ക് എത്തും എന്നുള്ളൊരു മനസ്സിൻ്റെ ഒരു ഒരു വിഷമവും സങ്കടവും എല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് ആ പുള്ളി ആ പാട്ട് പാടിയിരിക്കുന്നത്. ഈ ഷഹബാസ് എന്ന് പറഞ്ഞ വ്യക്തി പാട്ടിന് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു അല്ലേ? അപ്പോൾ നിങ്ങൾ ഒരുമിച്ചുണ്ടാകുമ്പോഴൊക്കെ ഒരുപാട് പാട്ട് പാടാൻ പറയൂലേ? ഓക്കെ. ഞാൻ ഒരുപാട് ഫോട്ടോസ് കണ്ടു നിങ്ങൾ തമ്മിൽ. നിങ്ങൾ അത്രയും ആഴത്തിലുള്ള തിക് ഫ്രണ്ട്സ് ആയിരുന്നു. അതെ, എപ്പോൾ എവിടെ പോകണമെങ്കിലും എന്നെ വിളിക്കും. അന്ന് മാത്രമാണ് വിളിക്കാണ്. അന്ന് വിളിച്ചില്ല അല്ലേ? എവിടെ പോകണമെങ്കിലും വിളിക്കുന്ന സുഹൃത്ത് അന്ന് മാത്രം വിളിച്ചിട്ടില്ല. അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് പറയുന്നവർ ഒരു സുപ്രഭാതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അകത്ത് നഷ്ടപ്പെടുന്ന സമയത്ത് മാത്രമാണ് എന്നെയും കൂടെ ഒന്ന് കൊണ്ടുപോയിക്കൂടായിരുന്നോ, ഞാനും കൂടെ വരില്ലായിരുന്നു എന്ന് നമ്മൾ ചിലപ്പോൾ മനസ്സുകൊണ്ടെങ്കിലും പറയും. ഉറ്റവർ, ഏറ്റവും മനസ്സിൻ്റെ അകത്ത് നമ്മൾ ആഴത്തിൽ സ്നേഹിച്ചവർ, അത് ചിലപ്പോൾ സ്വന്തം സഹോദരനെന്നോ സ്വന്തം നമ്മളെ സ്വന്തം വീട്ടുകാരാണെന്നൊന്നുമില്ല, നമ്മുടെ മനസ്സിനെ അറിഞ്ഞവരായിരിക്കും. അവർ നമ്മുടെ ലൈഫിൽ നിന്ന് വിട്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ അവർ നമ്മളെ കൊണ്ടുപോകത്തില്ല. കാരണം നീ ജീവിക്ക്, ഞാൻ എന്തായാലും പോകുന്നു, എനിക്ക് ഈ യാത്ര മടുത്തു, എനിക്കിനി മതിയായി, ഞാൻ പോകുന്നു. പക്ഷേ ഷഹബാസിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഷഹബാസ് മനഃപൂർവ്വമായിട്ട് നടന്നു നീങ്ങിയതോ ഈ ജീവിതം മടുത്തിട്ട് പോയതൊന്നുമല്ല. അയാളെ ഇവിടെ നിന്ന് പറഞ്ഞയച്ചതാണ്. അതായത് അയാളുടെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന ഏറ്റവും ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള കുറേ കുട്ടികൾ, ആ ക്രിമിനലുകൾ, ആ സൈക്കോകൾ, അതെല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു പദ്ധതിയിൽ ഷഹബാസിനെ കൊണ്ടുവന്ന് തളച്ച് ഷഹബാസിനെ നഞ്ചക്ക് പോലുള്ള മാരകായുധം കൊണ്ട് അടിച്ച് കൊന്നു. അതും തലച്ചോറിൻ്റെ അകത്ത് ആ ക്ഷതമേൽപ്പിക്കുന്ന തരത്തിലേക്ക് അടിക്കണമെങ്കിൽ ആ ചെറുക്കൻ എത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ്.
ഈ ഷഹബാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവൻ്റെ ചിരിക്കുന്ന മുഖം എല്ലാവരും ഇങ്ങനെ കണ്ടാവും, അങ്ങനെയൊക്കെ ഓർമ്മയിൽ ആ ചിരിക്കുന്ന മുഖം, അതല്ലാതെ സങ്കടപ്പെട്ട് നടക്കുന്ന ഒരു ഷഹബാസ് അങ്ങനെ വല്ലതും ഉണ്ടോ? അവൻ്റെ ലൈഫിൽ അവനും സങ്കടപ്പെട്ടതായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടോ? എന്ത് സങ്കടം ഉണ്ടായാലും അവർ പുറത്ത് കാണിക്കാതെ കാണിക്കില്ല, ഞങ്ങളടുത്തൊന്നും അങ്ങനെ കാണിക്കില്ല. ഓക്കെ, ഒന്നും അങ്ങനെ കാണിക്കില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാത്ത ഒരാളാണെന്നാണ് ഷഹബാസിനെ കുറിച്ച് ആത്മസുഹൃത്ത് പറയുന്നത്. അപ്പോൾ അത്രമാത്രം പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയങ്ങളിലും അദ്ദേഹം വീട്ടിൽ പോലും അത് പറയാൻ സാധ്യതയില്ല. കാരണം തൻ്റെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും വീട്ടിലേക്ക് അറിയിച്ചു കഴിഞ്ഞാൽ വീട്ടുകാർക്ക് വേദന ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിട്ട് ചിലപ്പോൾ ഷഹബാസ് അത് ഒളിപ്പിച്ചിട്ടുണ്ടാവാം. ഓക്കെ, ഒരാളുടെ ഒരു ക്യാരക്ടർ അയാളുടെ കൂടെ നടക്കുന്ന വ്യക്തിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ സങ്കടങ്ങളും വിഷമങ്ങളും എന്തുണ്ടായിരുന്നാലും വേദനകളൊന്നും മറ്റുള്ളവരോട് അത് പറഞ്ഞ് പരിതപിക്കൽ അല്ലെങ്കിൽ അവരുടെ സഹതാപം ഒന്ന് പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കാത്തൊരു നല്ലൊരു മനസ്സിനുടമയായിരുന്നു ഷഹബാസ് എന്നുള്ളതാണ് എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നിങ്ങൾ കാണുമ്പോൾ ഭയങ്കരമായിട്ട് കരഞ്ഞു നിൽക്കുന്നൊരു മുഖമാണ് ഇപ്പോൾ നിങ്ങളത് കണ്ടത്. ഇപ്പോൾ കുറച്ചൊക്കെ മാറ്റമുണ്ട് എങ്കിലും ആ സങ്കടം എപ്പോഴും മുഖത്തുണ്ട്. അപ്പോൾ ഉമ്മയെ കൊണ്ടേ ചോദിച്ചപ്പോൾ പറഞ്ഞു പഠനമൊക്കെ വളരെ ലോ ആയി, പഠിക്കാനൊന്നും കഴിയുന്നില്ല, അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ നേരിട്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ എന്താ തോന്നുന്നു? എന്തോ ഉണ്ടായിരുന്നത് ഈ എക്സാമും നോമ്പുകാലവും പെരുന്നാളെല്ലാം ഉഷാറായിരുന്നു. ഫോണില്ലാത്തൊരു ഉൾക്കൊള്ളാൻ പറ്റില്ല, അതാണ്. ഓക്കെ, ഷഹബാസ് ഇല്ലാത്തൊരു അല്ലേ മുന്നോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആയിക്കോട്ടെ, ബുദ്ധിമുട്ട് അതുപോലെ അയാൾ ഇല്ലാത്തതിൻ്റെ വേദന ആ കുട്ടിയുടെ മുഖത്ത് നന്നായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഷഹബാസും ചിലപ്പോൾ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും, എനിക്കും അങ്ങനെ തോന്നുന്നത്. എന്ത് വേദന അല്ലേ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ആത്മാർത്ഥ സുഹൃത്തിന് നഷ്ടപ്പെട്ടൊരു വ്യക്തിക്ക് ആ വേദന മറ്റുള്ളവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ എത്ര തന്നെ പതുക്കി വെച്ചിരുന്നാലും അതിങ്ങനെ ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം തുറന്ന് പറഞ്ഞ് എനിക്ക് സങ്കടം വരുന്നുണ്ട്. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് നല്ല സങ്കടം വരുന്നുണ്ട്. കാരണം നമ്മൾക്ക് കിട്ടാത്ത അല്ലെങ്കിൽ വളരെയധികം അപൂർവങ്ങൾ മാത്രമാണ് ആത്മസുഹൃത്തുക്കളെന്ന് പറയുന്നത്. അപൂർവങ്ങളാണ് നമ്മുടെ മിക്ക ഇന്നത്തെ സൗഹൃദങ്ങളും. സൗഹൃദ വലയം എന്നൊക്കെ പറയുന്നത് എല്ലാം എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടാനോ ഒക്കെ ആയിരിക്കും. ചില സമയത്ത് ഉപയോഗിക്കും, എന്നിട്ട് കളയും, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മളെ ആശ്രയിക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവം. അതിനപ്പുറം ആത്മാർത്ഥമായ സൗഹൃദം ഇന്ന് എത്ര പേർക്കുണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ടോ? ഉണ്ടാവാം, എന്നാൽ എത്ര പേർക്കുണ്ട്? എത്രയോ ആത്മാർത്ഥ സുഹൃത്തുക്കളെന്ന് പറഞ്ഞ ആൾക്കാരാൽ എത്രമാത്രം അപമാനിക്കപ്പെട്ടു, എത്രമാത്രം അവർ തന്ന വേദന കൊണ്ട് നീറിപ്പോകുന്നവർ നമുക്കിടയിലുണ്ട്. ആത്മാർത്ഥത കാരണം കൊണ്ട് നശിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷേ ഇവിടെ ആത്മാർത്ഥത മനസ്സിൻ്റെ അകത്ത് ആഴങ്ങളിൽ അയാളെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളാണ് ഷഹബാസിൻ്റെ സുഹൃത്തിനുള്ളത്. എന്തായാലും ആ ഒരു പാട്ട് വരാനുള്ള കാരണം, അതായത് അതിൻ്റെ വരികളൊക്കെ ആദ്യം എന്താ പറഞ്ഞു? ഓക്കെ, അത് ആ വരി എഴുതിയ ആളാണ്? ഓർമ്മയില്ല. ഓക്കെ, പാടിയത് പറഞ്ഞ് വീട്ടിൽ തന്നെയാണോ? റെക്കോർഡിംഗ് ഒന്നല്ല, അതായത് സ്വന്തം ഒരു ഫോണിൽ പാടി ആണല്ലേ? ഈ ഫോണിലാണോ പാടിയത്? ഓക്കെ, ഒരു 4 പേര് നമുക്ക് പാടാൻ പറ്റുമോ? നിങ്ങൾ പാടിയ 4 പേര് ഷഹബാസും ചെയ്യും, അല്ലാതെ നിങ്ങൾക്ക് ആരും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? ഇതേ എത്ര തിക്കായിട്ടുള്ള? ഉണ്ട്, പക്ഷേ ഞങ്ങളാണ് എവിടെ പോകുമ്പോൾ ഒരുമിച്ചുണ്ടായി. ഓക്കെ, ഒന്നേടെ പോകേണ്ടത് ഞാൻ വിളിക്കും, ഇക്കയുടെ പോകേണ്ടത് ഞാൻ വിളിക്കും അല്ലേ? നിങ്ങൾ ഒരുമിച്ച് ബൈക്കുമ്പോൾ പോകും. ഷഹബാസ് ഒരു ബൈക്കിലിരിക്കുന്ന ഫോട്ടോ കൊണ്ട്, ആ ബൈക്ക് നിന്റെ ബൈക്കാണോ? ഒരു ബൈക്ക് അല്ല അല്ലേ? ഓക്കെ, അപ്പം എന്നാലും ഇപ്പം നിലവിൽ ഷഹബാസ് ഇല്ലാത്ത വിഷമം ഉണ്ട് അല്ലേ? ഓക്കെ, എല്ലാം ശരിയാവും. അനിയൻ്റെ ബോഡി ലാംഗ്വേജ് കണ്ടറിയാം. അയാൾക്ക് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, തൊണ്ട ഇടറുന്നുണ്ട്, മുഖം വിളറുന്നുണ്ട്. സംസാരിച്ച് വരുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ആംഗ്യങ്ങൾ കാണിക്കുന്നുണ്ട്. അതായത് ഉള്ളിലേക്ക് ഇങ്ങനെ ഒതുക്കലാണ്. ചിലപ്പം കരഞ്ഞു പോകുമോ, പൊട്ടിക്കരഞ്ഞു പോകുമോ, വേദന സഹിക്കാൻ പറ്റുന്നില്ല. മുമ്പിൽ നിൽക്കുന്ന ആൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം വളരെ മാന്യമായിട്ടാണ് ഇതിൻ്റെ പുള്ളിക്കാരൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിനൊക്കെ മറുപടി കൊടുക്കുമ്പോഴും ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരുമാതിരി തിരമാല അടക്കം ഇങ്ങനെ പൊട്ടി പുറത്തേക്ക് വരുന്നൊരവസ്ഥ ആളുടെ മുഖത്ത് കാണാൻ പറ്റും. ആൾ അടക്കി പിടിക്കുന്നുണ്ട് ആ വേദന. കാരണം അതങ്ങനെയാണ് ജീവിതം. അപ്പം പഠനം കുറച്ച് ലോ ആയി നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി അങ്ങനെ തന്നെ പോകാനാണ്, അതൊന്നും ഉഷാറാക്കണ്ടേ? എക്സാമൊക്കെ അല്ലേ വരുന്നത്, കഴിയേണ്ടതെല്ലാം കഴിഞ്ഞു, ലൈഫ് ഏതായാലും മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ. എന്തായാലും ഞങ്ങളെ ഒന്നുകൂടെ കരയിപ്പിച്ച ആ പാട്ടുണ്ടല്ലോ, അന്ന് പാടാൻ പറ്റും. നടക്കുമ്പോൾ ഓർക്കില്ല കിടക്കുമെന്ന്, ദാവിട്ടലയ്ക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന്, ചലനം നിലയ്ക്കുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്, ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന്, നമ്മൾ കരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന്. ഏതായാലും കേൾക്കുമ്പോൾ തന്നെ ഒരു സാഡ് ഫീലാണ്. ഈ പാട്ട് പാടിയപ്പോൾ
ആളുടെ ഇതിൽ കൂടുതലൊന്നും എന്ത് പറയാനല്ലേ, അത്രയും വേദന സഹിച്ച ആ പുള്ളിയുടെ മുഖം, ആ ഒരു ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടൊക്കെ പാടുന്നവരും, എന്ത് കാര്യത്തിനും കൂടെ വിളിക്കുന്ന സുഹൃത്ത്, യാത്ര പോകുന്ന സമയത്ത് കൂട്ടിന് പോകുന്ന സുഹൃത്ത്, കുറച്ച് പാട്ടുകൾ പാടിക്കൊണ്ട് നടന്ന സുഹൃത്ത്, അങ്ങനെ എല്ലാ തരത്തിലും താനൊരു നല്ല സുഹൃത്തായിരുന്നു ഷഹബാസിന്. പക്ഷേ ഇന്ന് ഷഹബാസ് പോയ ആ അവസാന യാത്ര സമയത്ത് പോലും തന്നെ കൂട്ടിയിട്ടില്ല എന്നുള്ളൊരു കാര്യം, അഥവാ അന്ന് ആ ദിവസം പുള്ളിക്കാരനെ വിളിച്ചിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു വേദനയും ഇതെല്ലാം ഒക്കെ ഉണ്ട്. അപ്പോൾ എനിക്കും ഇതിനെക്കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. ആ കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ, അള്ളാഹുവേ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, പിന്നെ കൂട്ടുകാരൻ്റെ ഈ മോൻ്റെ കാര്യം, ജീവിതത്തിൽ ഇനി ഈ ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല, അള്ളാഹു സമാധാനം കൊടുക്കണേ റബ്ബേ. മോൻ അവൻ ഷഹീദായി മരിച്ചതല്ല, സ്വർഗാവകാശിയാണ് ആ പൊന്നുമോൻ. മോൻ കരയാതെ ഷഹബാസിൻ്റെ ഖബറിലേക്ക് നമ്മൾ ദുആ ചെയ്യാം. അള്ളാഹു ആ പൊന്നുമോൻ്റെ ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. കമൻറ്റാണ്. മോനെ, നീ കരയുന്ന രംഗം കണ്ട് മനസ്സ് പൊട്ടിയ ഒരാളാണ് ഞാനും. നിൻ്റെ ഷഹബാസിന് നീതി ലഭിക്കട്ടെ, ഇല്ലെങ്കിൽ റബ്ബ് നടപ്പാക്കട്ടെ. ഷഹബാസ് എന്ന പൊന്നുമോനെ മരണത്തിന് ശേഷം നിന്നിലൂടെ കാണുന്നു ഞങ്ങൾ. പഠിച്ചു മിടുക്കനാകണം പൊന്നുമോനെ. നീ ഇൻഷാ അല്ലാഹ് ഷഹബാസിന് ഉപ്പാക്കും ഉമ്മാക്കും സഹോദരങ്ങൾക്കും നീ തണലാകണം. മോനെ, നീ നന്നായി പഠിക്കുക, നിന്നിൽ ഷഹബാസും ഉണ്ടാകണം. ഷഹബാസിൻ്റെ വീട് എന്ന് സന്ദർശിക്കണം. ഈ മോനെ കാണുമ്പോഴേ അവൻ്റെ വേദന നമ്മുടെ ഉള്ളിലും നീറും കണ്ണും നിറയും. എൻ്റെ തൊണ്ടയും സത്യം പറഞ്ഞ എൻ്റെ തൊണ്ട തന്നെ സംസാരിച്ചിട്ട് പോയി. മോനെ പക്വമായ സംസാരം, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നല്ല കൂട്ടുകാരൻ. മോൻ്റെ മനസ്സ് തളരരുത് കേട്ടോ. ഷഹബാസിന് വേണ്ടി മോൻ ഉന്നതങ്ങളിലെത്തണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നു. എനിക്ക് ഇതിൽ കൂടുതൽ കാണണമെന്ന് താല്പര്യമില്ല. നിങ്ങളെന്തായാലും എൻ്റെ ഫുൾ വീഡിയോ പോയി ബേസ് വേൾഡ് എന്ന് പറയുന്ന ആ ഒരു ചാനലിൽ, ബേസ് വേൾഡ് എന്ന് പറയുന്ന ചാനലിൽ പോയിട്ട് ആ ഫുൾ വീഡിയോ കാണണം. എന്തായിരുന്നാലും ആ ഫുൾ വീഡിയോ കാണണം. അതിന് ശേഷം ഇനി കുറേ ഉണ്ട്. അത് ഇനി സംസാരിച്ച് എനിക്ക് തൊണ്ടയിൽ നിന്ന് ശബ്ദം വരത്തില്ല. അതെനിക്ക് ഉറപ്പായി. എൻ്റെ ശബ്ദം അടയുന്നുണ്ട്. ഓക്കെ, സീരിയസ്ലി നമ്മൾ മനുഷ്യരല്ലേ. ആ കുടുംബം എങ്ങനെ സഹിക്കും? ആ കുട്ടിയുടെ അച്ഛനമ്മ വരെ എങ്ങനെയായിരിക്കും വേദന സഹിക്കുക? ഈ പുള്ളിയുടെ അത് ഒതുക്കി പിടിക്കലും അടക്കി പിടിക്കലും കാണുമ്പോൾ തന്നെ മനുഷ്യൻ്റെ നെഞ്ച് പടയുക. അപ്പോൾ പിന്നെ ആ കുഞ്ഞ് അടിയേറ്റ് വീണ് വേദന തിന്ന് അവസാന നിമിഷം എന്തൊക്കെ സഹിച്ചു. ഇതുപോലുള്ള അസുരജന്മങ്ങൾ, ആ കുട്ടി ഇത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ അതുപോലത്തെ അസുരജന്മങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. ആ കുടുംബത്തിന് ഈ ഒരു അവസ്ഥ തരണം ചെയ്തുകൊണ്ടുള്ള ശക്തി ലഭിക്കട്ടെ. അതോടൊപ്പം തന്നെ ഈ സുഹൃത്തിന്, നല്ല കൂട്ടുകാരന് ഉയരങ്ങളിലേക്ക് എത്താനും കഴിയട്ടെ. നല്ലതാകട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്ന